ഹായ്, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഉമിക്കരി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് കാണിച്ചിട്ട് എങ്ങനെയാണ്. അപ്പം ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് ഉമി കിട്ടും. ഈ ഉമി നമുക്ക് കരിച്ച് ഉമിക്കരി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഈ ഉമി ഇട്ടൊന്ന് ചൂടാക്കി കൊടുക്കും. ഇത് പോയ ഒരു പാത്രമാണ്. നല്ല പാത്രത്തിൽ ഇട്ട് കരിക്കല്ലേ, പാത്രം കരിയുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാകട്ടെ. ഇത് പണ്ട് കാലത്തൊക്കെ നെല്ലിൻ്റെ ഉമിയായിരുന്നു. ഇപ്പം ഉമിക്കരി കിട്ടാൻ പാടല്ലേ. അപ്പം ഇങ്ങനെ ഉമി ബാലൻസ് വന്നപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ചെയ്ത് നോക്ക്, നല്ലതാണ്. ഞാൻ പിള്ളേർക്ക് തേക്കാനായിട്ടൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമ്മൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഇതിൻ്റെ അകത്ത് തീ പിടിപ്പിക്കണം. അപ്പോൾ അതേ നമ്മളിതിൻ്റെ അകത്ത് ഒരു തിരി വെച്ചിട്ട് തീ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് പയ്യെ കത്തി വരട്ടെ. ഇതുപോലെ തീ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഫ്ലെയിമിൽ കിടന്ന് ആ ഉമി മൊത്തം നീറി ഉമിക്കരി പോലെ ആകും. ഈ ഒരു ഇതിലായി. ഇനിയിപ്പോൾ ഈ കനലെല്ലാം ആറട്ടെ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ പൊടിയോ ഒരു നുള്ള ഉപ്പ് കർപ്പൂരമോ ചേർത്ത് ഇട്ടാലും നല്ലതാണ്. അപ്പം നമ്മുടെ ഈ ആട്ട കൊണ്ട് നല്ലൊരു ഉമിക്കരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.